ഗർഭിണിയായി 4-ാം മാസമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. ഇന്ന് 3 മാസം പ്രായമുള്ള എൻ്റെ കൈക്കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോകുമ്പോൾ എനിക്ക് ഓർത്തിരിക്കാനും എനിക്ക് കടപ്പാടുള്ളതുമായിട്ട് ഒത്തിരിയേറെ ആളുകളുണ്ട്. ആരുമില്ലാത്തവന് ദൈവം ഉണ്ടാകുമെന്ന് ദൈവം എനിക്ക് തെളിയിച്ചു തന്നത് ചില മനുഷ്യരിലൂടെയാണ്. എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ കാണാൻ വരാനായിട്ടോ അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന് സ്ഥിരം പരാതിപ്പെടുന്ന മാതാവിൻ്റെ രൂപം നോക്കി ഞാൻ സങ്കടപ്പെട്ടപ്പോൾ അവൾക്കുള്ള ആദ്യത്തെ പൊന്നുൾപ്പെടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാൻ വന്ന ഷജീന ചേച്ചിയും ഷജില ചേച്ചിയും എൻ്റെ അമ്മയുടെ സ്വന്തം അനിയത്തിമാരെന്ന് പറയാനാണ് അമ്മയ്ക്കും അവർക്കും ഇഷ്ടം. പ്രസവിക്കാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ ഫ്രൂട്ട്സ് മേടിക്കുന്നത് പാറേപ്പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ഈ കടയിൽ നിന്നാണ്. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൈ നിറയെ റംബുട്ടാൻ തന്നാണ് അണ്ണം വിട്ടത്. ഇടയ്ക്ക് രുചിമാറി കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ നോമ്പ് സമയം ആയിരുന്നിട്ട് കൂടി ഓരോ സ്പെഷ്യലുകൾ ഉണ്ടാക്കി ഷജിന ചേച്ചി എനിക്ക് കൊടുത്തു വിടുമായിരുന്നു. ചക്കപ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമായിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അയൽക്കാരോട് പറഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരുടെ വീട്ടിലെ പച്ചച്ചക്ക വരെ അവരിട്ട് നോക്കി എനിക്ക് വേണ്ടി പഴുത്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവർക്ക് കിട്ടിയതും അവർക്ക് അറിയാവുന്നിടത്തുനിന്നും ഒക്കെ അവരെനിക്ക് ഒപ്പിച്ച് തന്നെൻ്റെ കൊതി അങ്ങ് തീർത്തു. കോംപ്ലിക്കേഷനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി കൃപാസനത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ച സുന്ദർ ചേച്ചിയും എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പിന്നീടുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കാണെങ്കിലും തിരിച്ചിപ്പോൾ എയർപോർട്ടിലും എന്നെ കരുതലോടെ കൊണ്ടുവിടുന്ന രാജീവേട്ടനും അങ്ങനെ എൻ്റെ ഗർഭകാലത്ത് കരുതൽ തന്ന ഒത്തിരിയേറെ നല്ല മനുഷ്യർ. ഇവരെല്ലാം ഞങ്ങൾക്ക് കർമ്മഫലം കൊണ്ട് കിട്ടിയ ആത്മബന്ധങ്ങളാണ്.